പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ വോട്ടും സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടിയുടെ നയമാണ്, ആര് വോട്ട് എന്നാലും വാങ്ങും, പക്ഷേ നയത്തിൽ മാറ്റമില്ല. വി ശിവൻകുട്ടി SDP വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. അതേ SDP തന്നെയാണ് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതിന് എന്തിനാണ് എതിർക്കുന്നത് ചോദിക്കുകയാണ് കെ മുരളീധരൻ. മുഖ്യമന്ത്രിക്ക് പ്രത്യേക മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അതിൽ ഓരോ വോട്ടും അതിനിർണായകമാണ്. അത് ആ സമയത്ത് ഒരു പക്ഷേ ആ വോട്ട് ഏത് ഭാഗത്ത് എങ്ങനെ വരുന്നു എന്ന് സ്ഥാനാർത്ഥിക്ക് ആലോചിക്കാൻ കഴിയില്ല. കാര്യം ഓരോ വോട്ടും അതിനിർണായകമാകുമ്പോൾ കെ മുരളീധരനെയും NK പ്രേമചന്ദ്രൻ കുറ്റം പറയാനും പറ്റില്ല ആ വിഷയത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDP പിന്തുണ തള്ളുന്നില്ല കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. പിന്തുണ വേണ്ട എന്ന് UDF തീരുമാനിച്ചോ എന്ന കാര്യം തനിക്കറിയില്ല. മതേതര സർക്കാർ അധികാരത്തിലെത്താൻ പല സംഘടനകളും പിന്തുണ പ്രഖ്യാപിക്കും. UDF തീരുമാനത്തിനൊപ്പം ഉണ്ടോ എന്ന ചോദ്യത്തിന് ആലോചിച്ച് പറയാം എന്നാണ് NK പ്രേമചന്ദ്രന്റെ മറുപടി. എനിക്കറിയില്ല UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇതൊക്കെ അതാത് സംഘടനകൾ അവർ ഓരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയമനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. എനിക്കറിയില്ല അത് UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമാണ്. UDF അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും അത് പ്രഖ്യാപിക്കാനുള്ള അവകാശവും ഏതൊരു സംഘടനയ്ക്കുമുണ്ട്. അതങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു സംഘടനയോടോ ഏതെങ്കിലും ആൾക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ അത് പൊതുവേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥിയും പറയാൻ സാധ്യതയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ NK പ്രേമചന്ദ്രനും ആ നിലപാട് സ്വീകരിക്കുന്നതിൽ അത്ഭുതമില്ല.